ബാഡ് ബോയ്സ് ഒമർ ലുലു ഡയറക്ടർ. പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ ഒമർ ലുലുവിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ റിവ്യൂ അറിയുന്നത്. മുമ്പേ ഈ ഒരു പടം കണ്ട് ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചതാണ് ഈ പടത്തെക്കുറിച്ച്. മറ്റു പടങ്ങളെ അപേക്ഷിച്ച് ഒമർ ലുലുവിൻ്റെ ബെറ്ററാണ്. അവസാനം ഇറങ്ങിയ 2 പടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പടം ബെറ്ററാണ്, കണ്ടിരിക്കാം. അല്പം കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില സമയത്ത് നമ്മളെ ബോറടിപ്പിക്കും ചിത്രം. ഫസ്റ്റ് ഹാഫ് നല്ല ബോറിംഗ് ആയിരുന്നു, പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോൾ കുറച്ച് ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് മുന്നോട്ട് പോകും. പക്ഷേ ഷാസാമിനെ പറഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറയുകയുണ്ടായി, ദൃശ്യത്തെക്കുറിച്ച് പറയുന്നുണ്ടായി. കമ്പയറിങ് അല്ല, ആ പടമൊക്കെ മാറ്റം വന്നത് ക്ലൈമാക്സിലാണെന്ന്. അതിൻ്റെ സംവിധാനം ജിത്തു ജോസഫാണ്. അദ്ദേഹത്തിൻ്റെ മുന്നുള്ള പടങ്ങളും അതുപോലെയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് അത് പറയാം. പക്ഷെ നിങ്ങളുടെ പടം മുമ്പുള്ള പടങ്ങളൊന്ന് എടുത്തു നോക്ക്, അതുപോലെ പറയാൻ പറ്റുമോ? അവസാനം വരെ കാത്തിരിക്കണമെന്ന്. പിന്നെ പറഞ്ഞത് കഥ പറയുമ്പോഴും ഇതുപോലെ വലിയ കാര്യമായിട്ടുള്ള കോമഡി ഒന്നും ഇല്ലാന്ന്. കഥ പറയുമ്പോൾ ഇപ്പോഴും ടി വിയിൽ വന്നാൽ എപ്പോഴും കാണാൻ പോകുന്ന ചിത്രമാണ്. പിന്നെ അതിൻ്റെ ക്ലൈമാക്സ് അല്ല അതിനെ മാറ്റിയത്, അതിൻ്റെ ക്ലൈമാക്സ് അതിനെ വേറെ ലെവലിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാഡ് ബോയ്സ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഒരു ഗുണ്ടകളാകാൻ നടക്കുന്ന കുറച്ച് ആൾക്കാർ, അവർ പൈസ കൊടുത്ത് സ്വയം ഗുണ്ടകളാകാൻ ചമയുന്നു. പിന്നീട് ചെറിയ ചെറിയ കാര്യങ്ങളും തമാശകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഒമറിൻ്റെ മറ്റ് പടങ്ങളെ അപേക്ഷിച്ച് ഈ പടം ബെറ്ററാണെന്ന് പറയാം. പിന്നെ ഈ പടത്തിന് അശ്വന്ത് കോക്ക് റിവ്യൂ ചെയ്യാത്തത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് തന്നെ ആയിരിക്കും. ഈ പടത്തിന് അശ്വന്ത് കോക്ക് പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞെങ്കിൽ അവൻ എങ്ങനത്തെ റിവ്യൂവർ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. കാരണം അത്രക്ക് പോസിറ്റീവ് അറിയേണ്ട പടമല്ല. അശ്വന്ത് കോക്ക് വിചാരിച്ചിട്ടുണ്ടാവും ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കുപെട്ട അവസ്ഥയായിരിക്കും അശ്വന്ത് കോക്കിനുണ്ടായത്, അതുകൊണ്ട് അശ്വന്ത് കോക്ക് അങ്ങ് സൈലൻ്റായി. പിന്നെ ഷാസാമിൻ്റെ വീഡിയോസ് ഞാനും കാണാറുണ്ട്, നല്ല റിവ്യൂവറാണ് ഷാസാം. പിന്നെ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് ഇനി കുറ്റം പറയടാന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം എല്ലാത്തിനും അങ്ങനെ കഴിയും. എനിക്കൊരു ഡ്യൂ കുടിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഡ്യൂവിനെ പോലെ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അല്ലെങ്കിൽ എനിക്കൊരു പൊറോട്ട കഴിക്കണം എന്ന് തോന്നി, അത് പൊറോട്ട കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം എനിക്ക് പറയാം. അല്ലാതെ ഞാനൊരു പൊറോട്ട കഴിക്കാറല്ല, ഞാൻ പൊറോട്ട അടിച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ന്യായവും ഇല്ല. അപ്പോൾ മറ്റു പടങ്ങളെ വെച്ച് നിങ്ങളുടെ പടം കമ്പയർ ചെയ്യാതിരിക്കുക. അത്രക്ക് കമ്പയർ ചെയ്യേണ്ട പടമൊന്നും ഇല്ല. നിങ്ങൾ ഡയറക്റ്റ് ചെയ്തതിൽ ഏറ്റവും ബെറ്റർ മൂവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത് ഹാപ്പി വെഡിങ് എന്ന് മാത്രമാണ്. അയാളെ സിനിമയെ എടുത്ത് കമ്പയർ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ സംവിധാനത്തിൽ ഹാപ്പി വെഡിങ് ആണ് മികച്ചു വെക്കുന്നതെന്ന് പറയാം. ഓക്കെ.